ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, +2 ക്ലാസ്സിലെ ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റിലെ ഫുൾ വൺ വേർഡ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു മാതൃഭൂമി. എഴുതിയത് മൈഥിലി ചരൺ ഗുപ്താണ്. അദ്ദേഹത്തിൻ്റെ കവിതയാണ്. കവിയുടെ പേര് പഠിച്ചു കൊള്ളണം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മാതൃഭൂമിക്ക് മേഖല കോൻ. മാതൃഭൂമിയുടെ മേഖല എന്താണ്? അരഞ്ഞാണം എന്താണ്? ആൻസർ രത്നാകർ സാഗരം. നെക്സ്റ്റ്, സൂര്യ അവർ ചന്ദ്രയ്ക്കാഹെ. സൂര്യനും ചന്ദ്രനും എന്താണ്? മുകുട്, കിരീടം. മാതൃഭൂമിക്ക് ആഭൂഷൺ ക്യാ ക്യാ ഹേ. മാതൃഭൂമിയുടെ ആഭരണങ്ങൾ എന്തെല്ലാമാണ്? ഫൂൽ അവർ താരെ. ഫൂൽ എന്ന് വെച്ചാൽ പൂക്കളം, താരെ നക്ഷത്രങ്ങൾ. അഭിഷേക് കോൻ. മാതൃഭൂമിയെ അഭിഷേകം നടത്തുന്നത് ആരെ? ആൻസർ ബാദൽ. മാതൃഭൂമി കിസ്കി സഗുണ മൂർത്തി ഹേ. മാതൃഭൂമി എന്തിൻ്റെ മൂർത്തിയാണ്? സർവേശൻ്റെ എല്ലാ ഗുണഗണങ്ങളും അടങ്ങിയ മൂർത്തിയാണ്. അടുത്ത നോക്കിയേ, ധൂളിക സമാനാർത്ഥി ശബ്ദക്കാഹേ. ധൂളി എന്ന വാക്കിൻ്റെ സമാനാർത്ഥം വരുന്ന മറ്റൊരു ശബ്ദം എന്താണ്? ആൻസർ ധൂൾ. നോക്കി എഴുതുക, അതിനകത്തുനിന്ന് കിട്ടാൻ കേട്ടോ. അടുത്ത ബേട്ടിക്ക് നാമാണ് ബഹാദുർ ഷാ സഫറാണ് എഴുതിയത്. ജവാബി പത്രാണ് അദ്ദേഹത്തിൻ്റെ പേരും. ജവാബി പത്രം നോക്കിയിരിക്കണം, ബഹാദുർ ഷാ സഫർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, കൈദി ബാപ്പുക്കോ കിസ്നെ കത്ത് ഭേജ. ഭേജിന അയക്കുക. കൈദിയായ തടവിലായ അച്ഛനെ ആരാണ് കത്തയച്ചത്? ആൻസർ നോക്കിയേ, ബേട്ടീനെ. ബേട്ടി എന്ന് വെച്ചാൽ മകളാണ്. അടുത്ത ലക്കടി കെ മക്കാൻ മേ കോൻ കൈദ് ഹേ. ലക്കടി തടി കൊണ്ടുള്ള മക്കാൻ കെട്ടിടത്തിൽ ആരാണ് കൈതായിട്ടുള്ളത്? ആൻസർ ബാദശാഹ്. 3 ദഫാ സുനിനെ കെ ബാദ് ഭി ദിൽ കോ കരാർ നഹീം ആയ. കിസ്കെ ദിൽ കോ. ദഫ പ്രാവശ്യം, 3 പ്രാവശ്യം കേട്ടതിന് ശേഷവും മനസ്സ് നിറഞ്ഞില്ല അല്ലേ. അതുകൊണ്ട് അദ്ദേഹം ആരുടെ മനസ്സാണെന്ന് ചോദിച്ചാൽ ബാദഷാഹിൻ്റെ മനസ്സാണ്. യഹാന്ന വഹ ലാൽ കില ഹേ ഔർന പഹരേദാർ ഇഹ് കോൻ കഹ്താ ഹേ. ഇവിടെ ചെങ്കോട്ടയോ പഹരേദാർ കാവൽക്കാരോ ഇല്ല എന്ന് പറഞ്ഞത് ആരെ? ആൻസർ ബാദഷാഹ്. ഗാലിബ് और ജയ്ക്കിനെ ക്യാ സെഹരെ ലിഖേദേ. ഗാലിബും ജയ്ക്കും എന്ത് സെഹരെ പാട്ടാണ് എഴുതിയത്? ഭാരത് കി അഗ്വാനി. വരപക്ഷക്കാരെ സ്വീകരിക്കാനുള്ള പാട്ട്, ഗീതം കേട്ടോ. നെക്സ്റ്റ് പാഠമാണ് മേരെ ഭാരത് വാസിയോ. എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിൻ്റെ ഭാഷൻ സ്പീച്ചാണ് പാഠഭാഗം. വായിച്ച് നോക്കണം, ഭാഷൻ കേട്ടോ, അത് പഠിച്ചു വയ്ക്കുക. हमारी पीढ़ी के सबसे महान व्यक्ति की यही महत्वाकांक्षा रही है कि हर एक आंख से आंसू मिट जाए. यह हम सूझते महान व्यक्ति है. ഓക്കെ, നമ്മുടെ തലമുറയിലെ ഏറ്റവും മഹത് വ്യക്തിയുടെ മനോകാമന ആഗ്രഹമായിരുന്നു ഓരോ കണ്ണുകളിലെയും കണ്ണുനീരെ തുടച്ചു മാറ്റുക എന്നത്. യഹാം ഇവിടെ സൂചിപ്പിച്ച മഹാൻ വ്യക്തി ഹേ. ഇവിടെ ആരാണ് ഇത് സൂചിപ്പിച്ച മഹാൻ വ്യക്തിയാണ്? ആരാണെന്നൊക്കെ? നെഹ്റുജി. നെഹ്റുജിയുടെ വാക്കുകളായിരുന്നു അല്ലേ. നോക്കിയേ, ഭാരത് കിസ്കി നയി സുബഹ് കെ സാത്ത് ഉടേഗെ. ഭാരതം എന്തിൻ്റെ പുതിയ സുബഹ് പ്രഭാതത്തോടു കൂടി ഉടേഗെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ജീവൻ ആർ സ്വതന്ത്രത. ജീവിതത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും. അതായിരുന്നു ഫസ്റ്റ് യൂണിറ്റ്. സെക്കൻഡ് യൂണിറ്റ് നോക്കിയേ, ഫസ്റ്റ് ചാപ്റ്റർ സുരിനാം മേ പഹ്ലാദിൻ. എഴുതിയത് ഹിമാംശു ജോഷിയാണ്. അദ്ദേഹത്തിൻ്റെ സഫർനാമ. ആ സഫർനാമ എന്നത് ചോദിക്കാൻ വിദാ ക്യാഹെ എന്നുള്ള കേട്ടോ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണതേ. 7वीं വിശ്വ ഹിന്ദി സമ്മേളൻ കഹാ ഹുവാ ഥാ. 7ാം ലോക ഹിന്ദി സമ്മേളനം എവിടെയായിരുന്നു? ആൻസർ സുറിനാമേ. സുറിനാമിൽ. ഹിമാംശു ജോഷി കോ കോൻസാ ഷഹറെ ഭാരതീയ ഷഹർ ജൈസാ ലഗ. ഹിമാംശു ജോഷിക്ക് ഏത് നഗരമാണ് ഭാരതീയ നഗരം പോലെ തോന്നിയത്? പരാമറിബോം ഷഹറെ. സുറിനാമേ പഹ്ലാദിൻ കിസ് വിദാ കി രചന ഹേ. സഫർനാമ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് വീണ്ടും ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ഹിന്ദിക്ക് ജനനി ക്യാ ഹേ. ഹിന്ദിയുടെ ജനനിയാണ് സംസ്കൃതം. സുറിനാമേം ക്യാ ആഹ്ലാദിത് കർ രഹാദ. സുറിനാമിൽ എന്തായിരുന്നു? എന്ത് ആഹ്ലാദമായിരുന്നു? അതായത് ഭാരത് മിലാപ്, ഭാരതീയ കൂടിച്ചേരൽ, അതിൻ്റെ ആഹ്ലാദമായിരുന്നു അന്ന്. അടുത്ത ചാപ്റ്ററാണ് സൂർദാസിൻ്റെ പദമാണ്. 2 പദങ്ങളാണ്. ഒന്ന് മേരെ ലാൽ, ഒന്ന് ഹേ കാൻ ഹേ. അത് ആദ്യത്തെ മേരെ ലാലിൽ ചോദിച്ചാൽ ആദ്യത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. സൂതമുഖ് ദേഖി ജസോദ ഫൂലെ. ജസോദ ക്യാ ദേഖ് കർ ഫൂലെ. യശോദ എന്ത് കണ്ടാണ് മറന്നത്? ആൻസർ സൂതമുഖ്. സൂത എന്ന് വെച്ചാൽ പുത്രൻ്റെ മുഖം. ജസോദ കിസ്കോ ബുലായ. ആരെ വിളിച്ചു? നന്ദ്. അടുത്ത ജസോദ കോ അധിക ഹർഷ. ഹർഷ എന്ന് വെച്ചാൽ സന്തോഷം. കിസ്സെ ദേഖ് കർ ആയി. എന്ത് കണ്ടിട്ടാണ് വന്നത്?
ആൻസർ ദൂത്ത് കി ദന്തി. ദന്തി എന്ന് വെച്ചാൽ പാൽപ്പല്ലുകൾ കേട്ടോ. കൃഷ്ണൻ്റെ പാൽപ്പല്ലുകൾ കണ്ടപ്പോഴാണ് യശോദമ്മയ്ക്ക് എന്ത് വന്നേ ഹർഷ ആയത്. അടുത്ത ഹേ കാൻ ഹേ എന്ന പദമാണ്. അത് നോക്കിയേ ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ കാണും. ഗോപികായേം ക്യാ സുൻകർ ചകിത് ഹുയി. ഗോപികമാർ എന്ത് കേട്ടാണ് ചകിതരെ ആയത്? വൻ മുരളി, വനത്തിലെ ഓടക്കുഴൽ നാദം. നോക്കി അടുത്തത് അതിനകത്ത് ചോദിക്കാൻ കൊള്ളുന്ന സമാനാർത്ഥ ശബ്ദമാണ് ബീജു ബിജലി, വന്നെ വന്നെ, നേഹ സ്നേഹ്, നബൽ നബൽ എന്ന് വെച്ചാൽ നബൽ പുതിയ എന്ന വാക്കാണ്. നയ നാഗർ ചതുര, ചതുർ എന്ന് വെച്ചാൽ സാമർഥ്യം. ആ 2 പദങ്ങളിൽ ചോദിക്കാവുന്ന സമാനാർത്ഥ ശബ്ദമാണത് കേട്ടോ. അടുത്ത പാഠം ദോസ്തിയാണ്. ആനന്ദ് ബക്ഷിയാണ് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ഫിൽമി ഗീതാണ്. ഫിൽമി ഗീത് ആനന്ദ് ബക്ഷി. അദ്ദേഹത്തിൻ്റെ പേര് പഠിക്കണം കേട്ടോ. ആനന്ദ് ബക്ഷി ഫിൽമി ഗീത്. ഹമാരെ ജീവൻ മേ ക്യാ നഹീൻ തോടെങ്കി. നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഉപേക്ഷിക്കാത്തത്? അതായത് ദോസ്തി. ഞങ്ങളുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കാത്ത ഒന്നാണ് ദോസ്തി, കൂട്ടുകെട്ട്. 1 മാർക്കാണെങ്കിൽ അത് കിട്ടും കേട്ടോ. അതിനകത്ത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കാണും, ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ മെയിൻ ക്വസ്റ്റ്യനകത്ത് എഴുതിയിട്ടുണ്ട് ഫൈനൽ എക്സാമിൻ്റെ. നോക്കി ഇക്കായി തീന്. ഇക്കായി തീനാണ് 3ാമത്തെ യൂണിറ്റാണ്. ഒരു ചാപ്റ്റർ കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കേട്ടോ. സെമിൻ ഏക് സ്ലേറ്റ് കാ നാം ഹേ. ഏകാന്ത് ശ്രീവാസ്തവിൻ്റെ ആത്മകഥയാണ് പാഠഭാഗം. എഴുതിയത് ഏകാന്ത് ശ്രീവാസ്തവെ. ആത്മകഥ പഠിച്ചു വെച്ചിരിക്കണം. അടുത്ത് നോക്കിയേ കിസ്കി ഷാദിക്ക് ലിയെ സെമീൻ ബേച്ചന. ആരുടെ ഷാദിക്ക് വേണ്ടി, ഷാദി വിവാഹത്തിന് വേണ്ടിയാണ് ഭൂമി വിറ്റത്? ദീദിക്ക് ചേച്ചിയുടെ. ഷാദിക്ക് ലിയെ ക്യാ ചപ് ഗേ. ഷാദിക്ക് വേണ്ടി, വിവാഹത്തിന് വേണ്ടി എന്താണ് അച്ചടിച്ചത്? ആൻസർ കാർഡ്, വിവാഹ കാർഡ്. അടുത്ത നോക്കിയേ ഗർമേ കോൻ ആയെങ്കി. വീട്ടിൽ ആരൊക്കെയാണ് ആയെങ്കി വരുന്നത്? അതായത് മേഘമാനവും അതിഥികൾ. ബേട്ടിക്ക് വിദാ ഹോനെ സെ പഹലെ ക്യാ വിദായി ഹോ രഹി തി. ആ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേട്ടിക്ക് വിദ എന്ന് വെച്ചാൽ ബേട്ടി മകൾ വിട ചൊല്ലി പോകുന്നതിന് പകലെ മുൻപ് തന്നെ എന്താണ് വിട ചൊല്ലി പോയിക്കൊണ്ടേയിരിക്കുന്നത്? ആൻസർ സമീൻ ഭൂമി. ആ ക്വസ്റ്റ്യൻ കൊള്ളാൻ കേട്ടോ. പിതാജി കിസ്കെ കാഗസാത്ത് പരെ ഹസ്താക്ഷർ കർ ദിയെ. അച്ഛൻ ഏത് പേപ്പറിലാണ് ഒപ്പിട്ടത്? ആൻസർ രജിസ്ട്രേഷൻ പേപ്പറിലാണ് ഒപ്പിട്ടത്. ബാക്കി 3 ബാക്കിയുള്ളതും 4th യൂണിറ്റിൻ്റെയും കൂടെ അടുത്ത ക്ലാസ്സിൽ ഇടാം. ഓക്കെ, നിങ്ങളുടെ ആനുവൽ എക്സാമിൻ്റെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ അതിട്ടേക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.